ഫൈസലേ, എന്റെ റസൂലില്ലാത്ത മദീനക്കിനി ഞാനില്ല. ത്വാഹാ റസൂലിൻ മക്ബറ കണ്ടാൽ താങ്ങാനൊക്കൂല. ആ പാട്ടിനെ കുറിച്ചുള്ള ചരിത്രം ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ആർക്കും അത് താങ്ങാനായില്ല. മഹാനായ ബിലാൽ ബിൻ റബാഹ് തങ്ങൾ മദീന വിട്ടിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അള്ളാന്റെ റസൂലിനോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മദീനയുടെ മണ്ണ് വിട്ടു പിരിയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്ത മദീന ഇനി എനിക്ക് വേണ്ട. അതാണ് അദ്ദേഹത്തിന്റെ പ്രഥമമായിട്ടുള്ള ആ ഒരു ലക്ഷ്യതാണ്. അള്ളാന്റെ റസൂലിനെ കാണാതെ അത്ര കാലം നബി തങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ആ മദീനയുടെ മണ്ണിൽ ഇനി അള്ളാന്റെ റസൂൽ ഇല്ല എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ മഹാനവറുകൾ വേറൊരു നാട്ടിലേക്ക് പലായനം ചെയ്യാണ്. അതിന്റെ പിന്നീട് വേറൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് ശേഷം സ്വപ്നത്തിൽ വന്നിട്ട് ബിലാലെ നീ എന്നോട് പിണങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയോട് പോലും യാത്ര പറയാതെ നെഞ്ചു പൊട്ടിയിട്ട് ബിലാൽ അവിടുന്ന് ഓടിയൊരോട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഉറങ്ങുന്ന മദീനയിലേക്ക് ഓടി വരികയാണ് ബിലാൽ തങ്ങൾ. അങ്ങനെ മദീനയിൽ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിൽ വന്നിട്ട് പൊട്ടിക്കറിയാണ്. ബിലാൽ തങ്ങൾ വന്നത് അറിഞ്ഞപ്പോൾ മഹാരഥന്മാരായ സ്വഹാബത്ത്, അതിലാരുണ്ട്, നബി തങ്ങളുടെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങൾ അടക്കണ്ട്, അവരൊക്കെ വന്നിട്ട് ഒരുമിച്ച് കൂടുകയാണ്. അവരൊക്കെ ബിലാൽ തങ്ങളോട് ഒന്ന് ബാങ്ക് കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ബിലാൽ തങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല, അള്ളാന്റെ റസൂലില്ലാത്ത ഈ മണ്ണിൽ അങ്ങനെ ഒരു ബാങ്ക് വിളിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മസ്ജിദുൻ നബവിയുടെ മുകളിൽ കയറുന്നിട്ട് ബിലാൽ തങ്ങൾ ഒരു ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ബിലാൽ തങ്ങൾ വില്ല് വളയുന്നത് പോലെ വളഞ്ഞ് കരഞ്ഞ് മുട്ടുകുത്തി വീണ ഒരു രംഗുണ്ട്. മദീനയിൽ ആപാല വൃദ്ധം ജനങ്ങൾ ഓടി വരികയാണ് മസ്ജിദ് നബിയുടെ മുന്നിലേക്ക്. അള്ളാന്റെ റസൂൽ തിരിച്ചു വന്നോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കേട്ട ആ ശബ്ദം വീണ്ടും ഇങ്ങോട്ട് കേൾക്കേണ്ടി വരുമ്പോൾ അതുകൊണ്ട് കേട്ടപ്പോൾ അള്ളാന്റെ റസൂൽ തിരിച്ചു വന്നിക്കുകയാണോ? ആപാല വൃദ്ധം ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് മദീനയുടെ മണ്ണിലേക്ക്, മസ്ജിദ് നബവിയുടെ മണ്ണിലേക്ക് ഓടി വരുന്ന ഒരു രംഗുണ്ട്. അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ചവരൊക്കെ എങ്ങനെയാണ്, നബി തങ്ങളെ സ്നേഹിച്ചവരൊക്കെ എങ്ങനെയാണ്? നബി തങ്ങളുടെ മുൻപല്ല് ഉഹദ് യുദ്ധത്തിൽ പൊട്ടിയതറിഞ്ഞപ്പോൾ അത് കുത്തിപ്പൊട്ടിച്ചവരുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതറിഞ്ഞപ്പോൾ കണ്ണിന്റെ കാഴ്ച എന്റെ നിന്ന് എടുത്തു പോണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്തവരുണ്ട്. അങ്ങനെ റസൂലിനെ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കിടയിലാണ് നമ്മളെപ്പോലുള്ള സാധുക്കളായ ആളുകൾ ആ മദീനയുടെ മണ്ണിൽ ഇത്രയും പാപഭാരം പേറിക്കൊണ്ട് അവിടെ ചെല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെയൊക്കെ സിയാറത്ത് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.